വെൽക്കം ടു ദ ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടൊമാറ്റോ സൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ടൊമാറ്റോയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ സൂപ്പ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 ഹൈബ്രിഡ് ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാണാം. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡ് ആദ്യം ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാം. കാരണം കുക്ക് ചെയ്യുമ്പോൾ അതങ്ങ് സോഫ്റ്റ് ആകും. അപ്പോൾ 4 തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. ഒരു ബേ ലീഫ്, പിന്നെ 3 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത്, സവാള അരിഞ്ഞത് നല്ലോണം ഒന്ന് വഴറ്റുക. ഇനി നമ്മൾ എടുത്ത് വെച്ച തക്കാളി, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം തക്കാളി പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഒന്ന് വഴറ്റുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് അരക്കപ്പ് വെള്ളം ഒഴിക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് കാണാം, ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ കാണാം തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം തക്കാളി കുക്ക് ചെയ്ത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ബേ ലീഫ് എടുത്ത് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിട്ടിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിലിടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കുക. അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഗ്യാസിൽ വെക്കണം. ഇനി ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി മിക്സ് ചെയ്യുക. സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. നമുക്കാണ് നമ്മുടെ സൂപ്പിങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറച്ചിട്ട് കട്ടി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലോർ അല്ലെങ്കിൽ ക്രീം വേണമെങ്കിൽ ഇടാം. നല്ലോണം ഒന്ന് എടുത്ത് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.